അൽതാഫ് സാറിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സാർ പറഞ്ഞത് 100% കറക്റ്റ് ആണ്. എന്റെ ഇത്രയും കാലത്തെ ടാക്സ് കൺസൾട്ടൻസി എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു വ്യക്തിയോട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ ഫയൽ ചെയ്യില്ല എന്ന്. ഏകദേശം ഒരു 2 വർഷം മുന്നേ എന്റെ ഒരു ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു വ്യക്തി എന്നെ വിളിച്ചു. ഞാൻ ഗൂഗിൾ ലിങ്ക് ആൾക്ക് അയച്ചു കൊടുത്തു. ആളെ ആക്സെപ്റ്റ് ചെയ്തു. ആളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒന്ന് ഞെട്ടിപ്പോയി. സാധാരണ രീതിയിൽ ഒരു ഇൻകം ടാക്സ് കൺസൾട്ടൻസി ഒക്കെ എടുക്കുന്ന ഒരാൾ അത്യാവശ്യം ഏജ്ഡ് ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു 24-25 എങ്കിലും മിനിമം ആയിരിക്കും. പക്ഷെ എന്നെ വിളിച്ച ആള് ഒരു പയ്യനായിരുന്നു, ജസ്റ്റ് 18 വയസ്സ് ആൾക്കായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവന്റെ അക്കൗണ്ട് അവൻ വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്തിനാ ബാങ്ക് അക്കൗണ്ട് വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു അവർക്ക് വീക്കിലി 3000 വെച്ചിട്ടോ 5000 വെച്ചിട്ടോ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കാണ് കൊടുത്തത്? ഇവർക്ക് അറിയില്ല ആരാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ അക്കൗണ്ട് കൊടുക്കുന്നതിന് മുന്നേ ഇവനെ കൊണ്ട് ഒരു സിം കാർഡ് എടുപ്പിച്ചിരുന്നു. ആ സിം കാർഡും അവന്റെ ഫ്രണ്ടിന് കൊടുത്തു. അപ്പോൾ ആക്ച്വലി ഇവന്റെ ബാങ്ക് അക്കൗണ്ട് അൾട്ടിമേറ്റ്ലി യൂസ് ചെയ്യുന്നത് വേറെ ആരോ ഒരാളാണ്. അയാളുടെ കയ്യിൽ ഇവന്റെ പേരിലുള്ള സിം കാർഡ് ഉണ്ട്, ഇവന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്തോ സംതിങ് ഫിഷ് അടിച്ചപ്പോൾ ഇവന്റെ ബാങ്ക് പോയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു. അപ്പോൾ ഞാൻ ഓക്കെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. ഏകദേശം ഒരു 10, 13, 14 ദിവസം അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ സാധാരണ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ 1.5 കോടി രൂപയാണ് അക്കൗണ്ട് കയറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇതിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. IPC 420, അന്ന് IPC ആണ്, ഇപ്പോഴല്ലേ BNS വന്നത്. അപ്പോൾ 420 പ്രകാരം കേസ് കൊടുക്കുക. ഈ ഒരു സംഭവം ചിലപ്പോൾ അടുത്ത ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് വരുമ്പോഴോ അല്ലെങ്കിൽ ED എൻക്വയറി വരുമ്പോഴൊക്കെ അപ്പോൾ ഈ ഒരു FIR ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഇനി ഇങ്ങനെ കിട്ടുന്ന അക്കൗണ്ടുകൾ ഇവരെങ്ങനെ യൂസ് ചെയ്യുന്നു, എന്തിന് യൂസ് ചെയ്യുന്നു, ആർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതിന് ശേഷമുള്ള വീഡിയോസിലാണ് ഇങ്ങനെ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.